ചോദ്യമാണെന്തേ? കാന്തപുരത്തിനാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? മക്കളെ, കാന്തപുരത്തിന്റെ രോമത്തിന്റെ അങ്ങോട്ട് നിങ്ങൾ എത്തുകയില്ല. അത് മനസ്സിലാക്കിക്കോ. ആ പേര് നിങ്ങൾക്ക് പേടിയാണ്. പിന്നെ നിങ്ങളെ കാര്യം പറയണോ? അതൊക്കെ നിൽക്കട്ടെ. ഇതാ മറുപടി പറയാ. ലാല്ലയിൽ നിന്ന് പെണ്ണ് കിട്ടൂല എന്ന് ഞാൻ പറയുന്നു. ലാല്ലഹു എന്ന് പ്രയോഗിച്ചത് കൊണ്ട് തന്നെ പെണ്ണവിടെ വരൂല എന്ന് വ്യക്തമാണ്. നിങ്ങൾ ലാല്ലയുടെ മൈന പഠിച്ചില്ല. ഞങ്ങളാണോ അതിന്റെ ഉത്തരവാദി? ഞാൻ ചോദിക്കുന്നു. ലാല്ലഹു ലാല്ലഹു യഖ്ദുറു എന്ന് പറഞ്ഞപ്പോ തന്നെ പെണ്ണൊഴിവായി. എന്തുകൊണ്ട്? കായക്കൊടിക്കെന്ത് ലാല്ല, എന്ത് ലൈറ്റ, എന്ത് തറജി, എന്ത് തമന്തി. ഓ പോയത്തക്കാരെ, നിങ്ങൾ മനസ്സിലാക്കി ഇതാണ് കിതാബ്. ഒന്ന് പഠിച്ചു വരൂ, തലയാട്ടിക്കോളൂ. കാരണങ്ങളും അതിന്റെ ബാക്കിയല്ലേ. കിതാബ് ഓതിയിട്ടില്ലല്ലോ, വല്ലത് ഓതുമ്പോഴല്ലേ ഇത് തിരിയുള്ളൂ. എന്റെ വെല്ലുവിളിയാണ്. സ്ത്രീകൾക്ക് അത്യുത്തമമാണെന്ന് അതിൽ പറഞ്ഞത് ലായല്ലഹു യഖ്ദുറുവിന്റെ അർത്ഥം. എന്റെ വെല്ലുവിളി, മൗലവി കായ്ക്കൊടി ലായല്ലന്റെ അർത്ഥം എന്താ? ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്താണ് യഖ്ദുറുവിന്റെ മയന? ഞങ്ങൾ പഠിപ്പിച്ചു തരാം. നിങ്ങൾ വായിച്ച ഇബാറത്തും അതുപോലെ, എല്ലാ ഇബാറത്തും അതുപോലെ. ഒരു ചോദ്യം ചോദിച്ചിട്ട് ഈ ജനങ്ങൾ അതിന് സാക്ഷിയാണ്. മറുപടി പറയാൻ കഴിഞ്ഞോ? ആ ഇബാറത്തൊന്ന് വായിക്കാൻ കഴിഞ്ഞോ? വായിച്ചിട്ടല്ലേ അർത്ഥം പറയല്ല. അപ്പൊ വായിച്ച് അർത്ഥം പറ. അപ്പൊ പോയത്തെ ഇവിടെ നിൽക്കൂല, ഇവരടുത്ത് നിൽക്കൂല. കാന്തപുരം പോയത്തക്കാരനാണ്. എന്താ പറഞ്ഞത്? വലിയ ആണത്തല പോലത്തെ ഒരു ചോദ്യം. അങ്ങനെ 3 കഴിഞ്ഞ് 4 ഇല്ലാത്ത ഒരൊറ്റ നിശ്ചയമില്ല എന്ന് നിങ്ങൾ പറയോ? അപ്പൊ കിതാബ് തെറ്റുണ്ടെങ്കിൽ അത് പറയണോ വലിയൊരു? ആഹാ, എങ്ങനെ? ഒരു കിതാബിൽ ഒരു നുസ്ഖയിലല്ല, കുറെ നുസ്ഖയിൽ തെറ്റ് വന്നു. ആ തെറ്റ് പറയാനാണ് മുസ്ലിയാരെ ഇതാ കാന്തപുരത്തിന്റെ അടുത്ത പുസ്തകം ഇതിൽ തിരുത്തി. എന്താ പറഞ്ഞത്? ഇന്ന് നിലവിൽ കാണുന്ന മിക്ക കോപ്പികളിലും മേലുദ്ധരണിയിൽ ചെറിയൊരു മാറ്റമുണ്ട് എന്ന് പറഞ്ഞ് ആ രണ്ടും കൊടുത്തു പുതിയ പുസ്തകത്തിൽ കാന്തപുരം. എന്തേ പോയത്തക്കാരെ, നിങ്ങൾക്കെന്ത് പറ്റിപ്പോയി? നിങ്ങളുടെ കാന്തപുരത്തെ പറ്റി നിങ്ങളുടെ അശ്വനി പറയുന്നു പോയത്തക്കാരനാണ്. കാരണം 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4 ഒരു കിതാബിന്ന് വിട്ടുപോയി അച്ചടിത്തെറ്റ്. അപ്പൊ കാന്തപുരം അതെടുത്ത് ഉദ്ധരിച്ചു. അതാണോ ചെയ്യേണ്ടത്? അത് ഈ സമുദായത്തിന് മുന്നിൽ മുജാഹിദുകൾ പറയാൻ തുടങ്ങിയപ്പോ കുപ്പായം മാറ്റി പുതിയ പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിൽ തിരുത്തി, കാന്തപുരത്തെ കൊണ്ട് തിരുത്തിച്ചു. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് തിരുത്തൽ. ആ തിരുത്തൽ ഒരു സ്ഥലത്ത് മാത്രം അവസാനിക്കില്ല. ഒരുപാട് തിരുത്തലുകൾ ഇനിയും നിങ്ങളെ കൊണ്ട് തിരുത്തിക്കും. നിങ്ങൾ എന്താ ചോദിച്ചത്? ഷാഫി മദ്ഹബാണോ തെളിവെന്നോ? ഷാഫി മദ്ഹബാണ് തെളിവ് എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഇമാം ഷാഫിയുടെ ഗ്രന്ഥമാണ് തെളിവ്. ഇവിടെ അതാണ് തെളിവ് ഉദ്ധരിച്ചത്. പക്ഷേ ആ തെളിവ് ഞങ്ങളുണ്ടാക്കിയതാണ്. അത് ഞങ്ങൾക്ക് കിതാബ് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെ ഊതാതെ ഓതിപ്പടിച്ചത് കൊണ്ടാണ്. നിങ്ങളെപ്പോലെ വലിയ കുപ്പായത്തിന്റെ മറവിൽ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാകാതെ പോയത് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇമാം ഷാഫിയുടെ വാദത്തിന് പറഞ്ഞു തന്നത്. കാന്തപുരം പുസ്തകം തിരുത്തി. ഇവിടെ പോയി കളയാൻ കാരണം എന്താ? ഇത് വായിച്ചാൽ എന്താ മനസ്സിലാകാൻ നോക്കോ. ഒരു ഫിഖിന്റെ കിതാബ് സാമാന്യമായ വിവരമുള്ള ഒരാൾ വിവരക്കേട് പറയില്ല. എന്താണ്? ജുമുഅ വിഷയത്തിൽ ജനങ്ങളെ 6 വിഭാഗമായി തിരിക്കാമെന്ന് നമ്മുടെ അസ്ഹാബ് പറയുന്നു. ജുമുഅ നിർബന്ധമില്ലാത്തവരും അവരെ കൊണ്ട് എണ്ണം പൂർത്തീകരിച്ച് നടത്തിയാലും അവർ നടത്തിയാലും സാധൂകരിക്കപ്പെടാത്തവരുമാണ് 3ാമത്തെ വിഭാഗം. ഭ്രാന്തൻ, ബോധരഹിതൻ, അപ്രകാരം തന്നെ വകതിരിവെത്തിയ കുട്ടി, അടിമ, യാത്രക്കാരൻ, സ്ത്രീ, നപുംസകം, ഇവരാണവർ. സ്ത്രീ ഭ്രാന്തനെ പോലെയാണ് ഹുക്മ്. സ്ത്രീ ഭ്രാന്തനെ പോലെയാണോ ഹുക്കം? മുസ്ലിംമാരെ, ഇതൊരു വെറും തെറ്റല്ല, ഒരു അക്കം മാറിപ്പോയതല്ല. ഏത് ജമ്മിലാണുള്ളത് സ്ത്രീ ഭ്രാന്തനെ പോലെയാണെന്ന്? എന്നിട്ടോ ഇത് സ്ത്രീ ഭ്രാന്തനെ പോലെയാണോ എന്ന് മുജാഹിദികൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഈ പുസ്തകത്തിൽ മാറ്റി. എവിടെ പോയി? കാന്തപുരത്തിന്റെ പേര് ചെല്ലുമ്പോഴുള്ള തക്ബീറൊക്കെ മറന്നോ? അങ്ങനെ അത് വരട്ടെ. നിങ്ങൾ സ്തംഭിച്ചു പോകാൻ പാടില്ല, നിങ്ങൾ ഞെട്ടിപ്പോകാൻ പാടില്ല. തക്ബീറുകൾ ചെല്ലണം. നേരത്തെ കാന്തപുരം എന്ന് പറഞ്ഞപ്പോഴൊക്കെ തക്ബീർ ചെല്ലിയവർ. അതെ, 1 2 3 5. ഇവിടെയോ 1 2 3 4 5. അങ്ങനെ എണ്ണം വരെ നിങ്ങളെ പഠിപ്പിച്ചത് മുജാഹിദികളാ. മതിയോ നിങ്ങൾക്ക്? ഇനിയോ? ഇനി വേണോ തെളിവുകൾ? ഹുക്മ്, മദ്ഹബ് നിങ്ങൾക്കറിയോ? അറിയില്ല. നിങ്ങൾ എന്തൊക്കെയാ ചെയ്ത്? മദ്ഹബിന്റെ അഭിപ്രായം നിഷിദ്ധമാണ് എന്ന് കാന്തപുരം എഴുതി, ഹറാമാണ് എന്ന് ആധുനിക പ്രസംഗങ്ങൾ ഫിഖിലൂടെ എന്ന പുസ്തകത്തിൽ ഹുസൈൻ കാമിലിയോ മെച്ചപ്പുഴ രേഖപ്പെടുത്തി. അതേപോലെ തന്നെ വേറെ പലരും എഴുതി. എന്നാൽ സംസ്ഥാനക്കാർ പറയുന്നതോ ഇതുപോലെ
തന്നെ ആധുനിക സമസ്തക്കാർ ഫിഖ്ഹിനും ഫുഖഹായിനുമെതിരെ പടച്ചുണ്ടാക്കിയ ഒരു നിയമമാണ് സ്ത്രീ ജുമുഅ ജമാഅത്ത് ഹറാമാണെന്നത്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഞാനിവിടെ ഇത് വായിച്ചതെന്തിന്? ഞങ്ങൾക്ക് കിതാബ് തിരിയില്ല, ഞങ്ങൾ കിതാബ് ഓതിപ്പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഓതിപ്പഠിച്ചവർ പറയുന്നു ഇനിയോ നിഷിദ്ധമാണെന്ന് നിങ്ങൾ എഴുതി, വിധി ഹറാം തന്നെ എന്ന് നിങ്ങൾ എഴുതി. കുറെ കഴിഞ്ഞപ്പോഴോ പള്ളിയിൽ ഹാജരാവൽ കറാഹത്താണ് എന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകത്തിലും എഴുതി. അൽഹംദുലില്ലാ, കാന്തപുരം ഉസ്താദിന്റെ കറാമത്ത് ഇവിടെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. മൗലവി മനസ്സിലാക്കിയത് ഒരു പതിപ്പ് പുസ്തകം എഴുതിയിട്ട് അടുത്ത പതിപ്പ് പുസ്തകം എഴുതുമ്പോ ഇയാൾ മനസ്സിലാക്കിയത് അത് തിരുത്താണ്. അല്ല, അത് കൂടുതൽ വിശദീകരിച്ചതാണ് മൗലവി. വിശദീകരണവും തിരുത്തും തമ്മിൽ തിരിയാത്ത നിങ്ങള് വെറും ഭ്രാന്തനെ പോലെയാണെന്ന് ഇനി ഞങ്ങൾ പറയേണ്ടി വരുമോ എന്നതാണ് ഞങ്ങളുടെ തർക്കം. നോക്കിക്കോ, കാന്തപുരം ഉസ്താദിന്റെ ബുക്കാണിത്. ഇതിനെന്താ പറഞ്ഞ ഞാൻ വായിച്ചു തരാം കേട്ടോ. ജുമുഅ നിർബന്ധമില്ലാത്തവരും അവരെ കൊണ്ട് പൂർത്തീകരിച്ച് നടത്തിയാലും അവർ സ്വയം നടത്തിയാലും ജുമുഅ സാധൂകരിക്കപ്പെടാത്തവർ, അത് ജുമുഅ സാധൂകരിക്കപ്പെടാത്തവരുടെ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അങ്ങനെ എണ്ണിയത്. പക്ഷേ കാന്തപുരം ഉസ്താദിന്റെ വിവരമില്ലാത്ത നിങ്ങൾക്കുണ്ടോ ഇത് എവിടെ എണ്ണിയതാണെന്ന് അറിയാതെ പോയതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഏതായാലും ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, എവിടെ ഇബാറത്തിന്റെ അർത്ഥം? അതാണ് ഞങ്ങൾ ചോദിച്ചത്. കായക്കൊടി വീണ്ടും മറന്നു ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു ലഅല്ലഹു യഖ്ദിറു എന്ന് പറഞ്ഞ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന ഷാഫി സലാഹി അയാൾ പിതാവിനെയും കൂട്ടിയിട്ടാണല്ലോ വന്നത്. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് മൗലവി, എവിടെയാണ് ആ ഇബാറത്തിൽ എങ്ങനെയുള്ളത് പറയണം. പക്ഷെ ജബ്ബാർ മൗലവി അൽഹംദുലില്ലാ വേറൊരു വാഗ്ദാനം കൂടി തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ ജിന്ന് സംവാദത്തിന് തയ്യാറുണ്ടോ? ഞങ്ങൾ 1000 വട്ടം തയ്യാറാകുന്നു. ജബ്ബാർ മൗലവി വാക്ക് പാലിക്കുമല്ലോ, വാക്ക് പാലിക്കൂലേ? ആ ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അതുകൂടി കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റൂ എന്ന് നിങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നു. നടക്കട്ടെ ജിന്ന് സംവാദം. ഇനി ഞാൻ ചോദിക്കുന്നു, പറയൂ ഈ ഇബാറത്തിന്റെ അർത്ഥം എന്താണ്? വ്യക്തമായി നിങ്ങൾ പറയണം. ഈ ഇബാറത്തിൽ ഞാൻ പറഞ്ഞു ലഅല്ല എന്ന ഒറ്റ വാക്കുകൊണ്ട് തന്നെ അതിൽ പെണ്ണ് പെടൂലാന്ന് വരും. കാരണം എന്തുകൊണ്ട്? ലഅല്ല എവിടെയാണ് പ്രയോഗിക്കൽ? മൗലവി പറയണം. ലഅല്ല എവിടെയാണ് പ്രയോഗിക്കൽ? അത് നിങ്ങൾ പറയണം. ലഅല്ല എന്ന് ഒരു ശാഫിഈ മദ്ഹബിലെ പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു അറബി അറിയുന്ന പണ്ഡിതൻ പ്രയോഗിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരൊറ്റൊന്നും തേര് കേട്ടിട്ടുണ്ടാവില്ല. ഉറപ്പാണ്. ഈ കാലം വരെ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ അതാണ് പ്രശ്നം പറ്റിയത്. ലഅല്ലഹു യഖ്ദിറുന്റെ അർത്ഥം പറയണം, പറഞ്ഞിട്ടില്ല. ലഅല്ല എന്നാൽ എന്താണ്? അതിൽ പെണ്ണ് പെടൂലാന്ന് മനസ്സിലാക്കിക്കോ മൗലവി. അതിനാ ഷാഫി അവിടെ ലഅല്ല പറഞ്ഞത്. അതിനനക്കെന്തില്ല അല്ല, എന്തിനല്ല? അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? അതെവിടെ പ്രയോഗിക്കാൻ നിങ്ങൾക്കറിയോ? ഇല്ല. നിങ്ങൾ 4 അറബി പഠിച്ചിട്ട് ഇതാണ് കാന്തപുരത്തിന്റെ ബുക്ക് അല്ലെങ്കിൽ ഇതാണ് ഇമാം ഷാഫി എന്ന് മനസ്സിലാക്കി അവിടെയാണ് നിങ്ങൾക്ക് പഴമ സംഭവിച്ചത്. ഞാൻ കൃത്യമായി പറയുന്നു, ഒന്ന് വായിച്ച് ലഅല്ലയുടെ അർത്ഥം ഈ ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ പറഞ്ഞു മിണ്ടിയിട്ടില്ല. ഇനി അവിടെ ഒരു ചോദ്യം കൂടി വെച്ച നിങ്ങൾ പറഞ്ഞു ഷാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഹദീസ് വായിച്ചത്. ഞാൻ ചോദിച്ചു, ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം ഷാഫി പോകണമെന്നാണോ പറഞ്ഞത്, പോകണ്ട എന്നാണോ പറഞ്ഞത്? അതാ വായിക്കേണ്ടത്. അത് വായിക്ക്. അതാ പറയുന്നു തടയരുത് എന്ന് പറഞ്ഞാൽ അത് ഖാസുൻ, അത് മസ്ജിദുൽ ഹറാം മാത്രമാണെന്ന് ഇമാം ശാഫിഈ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? രണ്ടാമത്തെ എന്റെ ചോദ്യമാണ്. രണ്ടും നിങ്ങൾ മറുപടി പറയണം. ഒന്നാമത്തെ ലഅല്ലഹു യഖ്ദിറു, ലഅല്ലന്റെ അർത്ഥം എന്താണ്? ലഅല്ലയിൽ പെണ്ണുപെടൂലെന്ന് ഞാൻ തെളിയിക്കാം. ലഅല്ല പ്രയോഗിച്ചാൽ ഈ ഇബാറത്തിൽ ഒരിക്കലും പെണ്ണുവരൂല എന്ന് ഞങ്ങൾ തെളിയിക്കാം. അല്ലാന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ലഅല്ലയുടെ അർത്ഥം നോക്കി പഠിച്ചു വരണ്ടേ? ഞങ്ങളോടല്ലേ വാദപ്രതിവാദം നടത്താൻ വരുന്നത്? അത് തിരിച്ചറിഞ്ഞല്ലേ നിങ്ങൾ വരേണ്ടിയിരുന്നത്. 2, ഷാഫി ഇമാമിന്റെ കിതാബിൽ നിങ്ങൾ ഹദീസ് വായിച്ചു എന്നല്ലേ പറഞ്ഞത്? ആ ഹദീസുകൾ വിശദീകരിച്ച് ഇമാം ഷാഫിഈ എന്താ പറഞ്ഞത്? മോനെ ഇഖ്തിലാഫുൽ ഹദീസ് ഞങ്ങൾ വായിച്ചു തരാ. തടയരുത് എന്ന് പറഞ്ഞ പള്ളിയുണ്ടല്ലോ, ആ പള്ളി മസ്ജിദുൽ ഹറാമാണെന്ന് ഇമാം ഷാഫിഈ. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അപ്പൊ ഹദീസ് ഉദ്ധരിക്കുക മാത്രമല്ല, ആ ഹദീസ് അത് തടയരുത് എന്ന് പറഞ്ഞത് പള്ളി മസ്ജിദുൽ ഹറാമാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? അതുകൂടി സമുദായത്തിന് പറഞ്ഞു കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾ ഇബാറത്ത് മറക്കണ്ട. ലഅല്ലഹു യഖ്ദിറു, ആ ഇബാറത്തിന്റെ അർത്ഥം പറ. കാന്തപുരത്തിന് നിങ്ങളൊന്നും വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം അങ്ങനത്തെ അബദ്ധത്തിലാണ് അയാൾ പെട്ടത്. ഇത് 2ാം പതിപ്പല്ല, ഇത് വേറൊരു പുസ്തക. എന്തിന്? ഞാൻ പറഞ്ഞതാ വേഷം മാറ്റി ഇറക്കി നോക്കിയതാ. എന്തിനും അങ്ങനെ ഇറക്കേണ്ടി വന്നു? ഇത് വായിച്ചാൽ സാമാന്യ